വിവോയുടെ വിവോ V40e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 29,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40e 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അതിനൊരു കാര്യം തന്നെയാണ്, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെ വരുന്നുണ്ട്. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ വരുന്നുണ്ട്. സ്ക്വാഡ് സെൻസേഷന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 183 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.49 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ മിന്റ് ഗ്രീൻ അതുപോലെ തന്നെ റോയൽ ബ്രോൺസ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈവൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന CM ഫോൺ 1 ഇതേ സെയിം പ്രോസസറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 പോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകൾ വരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. ഈ ഒരു പ്രോസസർ എന്ന് പറയുന്നത് ജസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസറാണ്. പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വെറ്റ് ടച്ച് ടെക്നോളജി എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലേക്ക് വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫോൺ വെട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ഡിസിപ്പേഷൻ സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX882 സെൻസറാണ്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു ഓറ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു റിംഗ് ലൈറ്റ് പോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 28,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 30,999 രൂപയാണ്. HDFCയുടെ SBയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10% ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒക്ടോബർ 2 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല അത്യാവശ്യം തിരക്കില്ലാത്ത ക്യാമറ പെർഫോമൻസുമായിട്ട് വരുന്ന നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അതും നിങ്ങൾക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ. ഇപ്പം ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഫോണുകളുടെ കാര്യം കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ചില ഫോണുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പുറത്ത് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്യാമറ പെർഫോമൻസ് വരുന്ന നല്ല ബാറ്ററി സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിമിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.